ഹലോ, ഞാനിന്ന് ഇവിടെ ഒരു മീൻ മുളകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി രുചിയാണ്. ഞാൻ അതിന് വേണ്ടി ഇവിടെ ചാളയാണ് എടുത്തിട്ടുള്ളത്. ചാള, മത്തി എന്നൊക്കെ പറയും. ഏത് മീനിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ മൺചട്ടിയാണ് ഉള്ളതെങ്കിൽ അത് എടുത്താൽ മതി. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ചട്ടി എടുത്തിട്ടുള്ളത്. ഇനി 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ രുചി. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിക്ക് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 6-7 പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് പിന്നീട് മീനിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് നല്ല രീതിക്കൊന്ന് വശക്കിയെടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ തക്കാളി പെട്ടെന്ന് വെന്തുടഞ്ഞ് കിട്ടിക്കൊള്ളും. തക്കാളി ഇവിടെ നല്ല രീതിക്ക് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് പുളിയാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 3 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിനെ ഒഴിച്ചു കൊടുക്കാം. പുളിയെല്ലാം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് പുളിവെള്ളം എല്ലാം നല്ല രീതിക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. മസാലയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ മീൻ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളം നല്ല രീതിക്ക് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. മീൻ ഞാനിവിടെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഉപ്പും മുളകും പുളിയും ഒക്കെ നല്ല രീതിക്ക് ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ കയ്യിൽ വലിയ മീനാണെങ്കിൽ അതിനെ മുറിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മീഡിയം സൈസുള്ള മീനാണ് ഇവിടെ കിട്ടിയത്. 2 മീനേ വലുതുണ്ടായിരുന്നുള്ളൂ. അതിനെ ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. മീൻ തിളച്ച് വന്നതിന് ശേഷം സ്പൂണിട്ട് ഇളക്കി കൊടുക്കരുത്. മീനെല്ലാം പൊടിഞ്ഞു പോവും. ഇനി ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് തിളച്ച് വന്നതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ ഗ്രേവി എല്ലാം വറ്റി മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചട്ടി ചുറ്റിച്ചെടുക്കാം. ചട്ടി ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മൾ മീൻ മുളക് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചാറൊക്കെ കുറുകി എല്ലാം അസലായി വന്നിട്ടുണ്ട്. ഉപ്പും പുളിയും മുളകും എല്ലാം പാകത്തിനായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയാണ്. മീനൊക്കെ ഉടയാതെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ആ ബെൽ ബട്ടണും കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.